തുടർച്ചയായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഈ മൗനം വളരെ അപകടകരമായ, ജനാധിപത്യത്തിന് ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയാത്ത ഒരു മൗനമാണ്. ഞാൻ ഇന്നലെ തന്നെ പറഞ്ഞിരുന്നു, കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളെക്കുറിച്ചിട്ടുള്ള സുപ്രീം കോടതിയുടെ കൃത്യമായ കാഴ്ചപ്പാടുണ്ട്. രണ്ട് കാര്യങ്ങളാണ് ബംഗാളിലെ ക്ഷാമവുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതി നടത്തിയത്. അതിലൊന്നാമത്തെ കാര്യം വളരെ പ്രധാനപ്പെട്ടതാണ്. അതായത് സംസ്ഥാനങ്ങളും കേന്ദ്രവും തമ്മിൽ ഒരു ജൈവബന്ധം ഉണ്ടാകണം. ആ ജൈവബന്ധം കേന്ദ്രം കാണിക്കുന്നില്ല. അതിൽ രണ്ടാമത്തെ കാര്യം, ഒരു അപകടമുണ്ടായാൽ, സംസ്ഥാനത്തിനൊരു ദുരന്തമുണ്ടായാൽ കേന്ദ്രത്തിൻ്റെ റോൾ ഒരു ഗാർഡിയൻ ഏഞ്ചലിനെ പോലെയാകണം. സുപ്രീം കോടതിയുടെ വളരെ അന്വർത്ഥമായിട്ടുള്ള വരികളാണ്. ഒരു മാലാഖ മുഖത്തോടു കൂടി കേരളത്തിലെ ഏത് സംസ്ഥാനത്തിലെയും മനുഷ്യനെ കാണാൻ ഉത്തരവാദിത്തപ്പെട്ട കേന്ദ്ര ഗവൺമെൻറ് യഥാർത്ഥത്തിൽ ഗാർഡിയൻ ഏഞ്ചലിന് പകരം ഡബിളായി രൂപപ്പെടുന്ന വളരെ അപകടകരമായിട്ടുള്ളൊരു സ്ഥിതിവിശേഷമാണ് ചൂരൽമലയിലെ സാധാരണ മനുഷ്യൻ്റെ മുമ്പിലുള്ളത്. സർക്കാർ പതറാൻ ആഗ്രഹിക്കുന്നില്ല. രണ്ട് കാര്യങ്ങളാണ് സർക്കാരിൻ്റെ മുമ്പിലുള്ളത്. ഒന്ന്, കേരളത്തിലെ ഹൈക്കോടതി തന്നെ സുമോമോട്ടോ ഇതുമായി ബന്ധപ്പെട്ടൊരു കേസെടുത്തിട്ടുണ്ട്. ഒക്ടോബർ 4-ാം തീയതി, ഒക്ടോബർ 18-നകം കേരളത്തിന് കൊടുക്കേണ്ട അഡീഷണൽ അസിസ്റ്റൻസിനെ കുറിച്ച് പറയണം എന്ന് കോടതി പറഞ്ഞു. അവർ 14 ദിവസം വീണ്ടും തുടർച്ചയായിട്ട് ഇങ്ങനെ ദിവസം മേടിച്ചു പോയിരിക്കുകയായിരുന്നു. ഇപ്പം കഴിഞ്ഞ ദിവസം കോടതിയിൽ അറ്റോർണി ജനറലിന് വേണ്ടി ഹാജരായ അഭിഭാഷകൻ പറഞ്ഞത്, ഈ മാസം പൂർത്തിയാകുന്നതിന് മുമ്പ് അടുത്ത വെള്ളിയാഴ്ച തന്നെ വിവരം പറയണം എന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, അടുത്ത വെള്ളിയാഴ്ച പറയാം, അല്ലെങ്കിൽ ഈ മാസം പൂർത്തിയാകുന്നതിന് മുമ്പ് നിലപാട് എന്താണെങ്കിലും അത് പ്രസിദ്ധീകരിക്കും, അത് പ്രഖ്യാപിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ കേന്ദ്ര ഗവൺമെൻറ്റിന് ഏകപക്ഷീയമായി ഈ കാര്യത്തിൽ പോകാനാകില്ല. ഇതൊരു ഭരണഘടനയുള്ള ഒരു രാജ്യമാണ്. ആ രാജ്യത്ത് ഭരണഘടനയുടെ കീഴിൽ എന്തും എങ്ങനെയും ചെയ്യാം എന്നൊരു കേന്ദ്ര ഗവൺമെൻറ് ധരിച്ചാൽ ജനങ്ങളതിനെ ചോദ്യം ചെയ്യുന്ന സ്ഥിതിവിശേഷത്തിൻ്റെ. രണ്ടാമത്തെ കാര്യം, ഇതുകൊണ്ടൊന്നും സർക്കാർ പതറുന്നില്ല. ഭൂമി ഏറ്റെടുക്കലും അവിടെ പുനരധിവാസം ഉറപ്പിക്കലുമായിട്ടുള്ള നടപടികളുമായി കേരളം മുന്നോട്ട് പോവുകയാണ്. 2018 ഈ പ്രതിസന്ധിയെ നേരിട്ടിട്ടുണ്ട്. 30,000 കോടി രൂപയുടെ അപരിഹാര്യമായ നഷ്ടമുണ്ടായ ഘട്ടത്തിൽ ഈ ദുരന്തം, ആ ദുരന്തത്തിന് ആവശ്യമായ സഹായം ചെയ്യാത്ത വിധത്തിലുള്ള കേന്ദ്ര ഗവൺമെൻറ് ഇടപെടൽ ഉണ്ടായിട്ടുണ്ട്. അന്ന് ഒരു 2 നിലവാരത്തിലാണ് കേന്ദ്രം പ്രവർത്തിച്ചത്. ഒന്ന്, കേരളത്തിന് പുറത്തുള്ള രാജ്യങ്ങളിൽ നിന്ന് ലഭ്യമാകേണ്ട സഹായങ്ങൾ കൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. അതിനു പുറമെ കേരളത്തിന് നൽകേണ്ട സഹായങ്ങൾ തടുത്തു വച്ചു. ഇപ്പോഴാണെങ്കിൽ വളരെ വ്യത്യസ്തമായ തരത്തിൽ L3 വിഭാഗത്തിൽ കേരളത്തിലെ ഈ ദുരന്തത്തെ പെടുത്താൻ പോലും കഴിയില്ല എന്ന് പറഞ്ഞാൽ വളരെ നിഷേധാത്മകമായിട്ടുള്ള, ജനാധിപത്യത്തെ വെല്ലുവിളിക്കുന്ന, കേരളത്തിലെ ജനങ്ങളുടെ സഹിഷ്ണുതയെ ചോദ്യം ചെയ്യുന്നൊരു നിലപാടാണ്.